ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ചായക്ക് വെള്ളം വെച്ചു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ മാവ് അങ്ങനെ പൊന്താറില്ല എന്ന്. ഇന്നും വല്ലാണ്ട് പൊന്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാനതിന് കുറച്ച് ഇന്നക്കുള്ള എടുത്തിട്ട് ഉപ്പിട്ടിട്ട് ഞാനവിടെ വെച്ച് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ചട്നി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അതിലേക്കുള്ള തേങ്ങയും ഞാൻ ഇങ്ങനെയാണ് ചട്നി ഉണ്ടാക്കൽ കേട്ടോ. തേങ്ങയും വെല്ലുള്ളിയും പിന്നെ ഇച്ചിരി മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു ഇഞ്ചി ചതച്ചിടും കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അരച്ചിട്ടാണ് ഞാൻ ചട്നി ഉണ്ടാക്കാറ്. ചെറിയ ജീരകം ഇടാൻ മറന്നു. അങ്ങനെ അതും കൂടെ ഇട്ടിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചട്നി ഉണ്ടാക്കിയിട്ട് ഞാൻ ദോശയ്ക്ക് നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ ചട്ടി വെച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇച്ചിരി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഈ അരപ്പായി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിലുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ കുറച്ച് തേങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് വടിച്ച് തുടച്ചെടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഇവിടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ദോശയുടെ പരിപാടിക്ക് നിൽക്കണം കേട്ടോ. ദോശ ഒഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാവ് കൂട്ടുമ്പം പൊന്താറില്ല, പക്ഷെ അതായിട്ട് എന്തുണ്ടാക്കിയാലും കുഴപ്പമുണ്ടാവാറില്ല കേട്ടോ. ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും ഒക്കെ നല്ല സോഫ്റ്റ് ഉണ്ടാവാറുണ്ട്, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല. പൊന്തുന്നില്ല എന്നൊരൊറ്റ പരാതി മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ ദോശയൊക്കെ അവിടെ ഗ്യാസുമ്മേ തന്നെ ഞാൻ ചുട്ടെടുത്തു. കുറച്ച് മതിയല്ലോ, എനിക്കും കാക്കൂന് മാത്രം മതി. അങ്ങനെ മോൾക്ക് ദോശ ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴത്തേക്കും എനിക്ക് വിശക്കൽ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിട്ട്, എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് ചായ കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണമെന്നില്ല. അതിലേക്ക് ഒരു ഗ്ലാസ് ചായ അതെനിക്ക് നിർബന്ധമാണ്. അങ്ങനെ ഞാൻ അത് കുടിച്ചിട്ട് ഞാൻ മോൾക്ക് ദോശ ഇടാൻ നിന്നു കേട്ടോ. മോൾക്ക് തോന്നൊന്നും വേണ്ടല്ലോ, കുറച്ച് രണ്ട് ദോശ ഇട്ടിട്ട് ഞാൻ പിന്നെ അടുപ്പത്ത് തന്നെ ചോറിന് വെള്ളം വെച്ചു കേട്ടോ. അങ്ങനെ ഒരടുപ്പത്ത് ചോറിന് വെള്ളം വെച്ചു. അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ കറിക്കുള്ളതും റെഡിയാക്കി കേട്ടോ. കറി ഇന്ന് മീൻകറിയാണ് വെക്കുന്നത്. എലിച്ചമ്പാനാണ് മുളകിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. തേങ്ങ അരക്കാണ്ട് മുളകിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരടുപ്പത്ത് കറിക്ക് റെഡിയാക്കുന്നുണ്ട്, ഒരടുപ്പത്ത് ചോറ് ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചോറിന് വെള്ളം കാഞ്ഞപ്പോൾ അരി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കറി ആയപ്പോൾ ആ അടുപ്പത്ത് തന്നെ ഞാൻ മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. മീൻ ഞാൻ ആ സമയം കൊണ്ട് മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ ആ അടുപ്പത്ത് തന്നെ തീയുണ്ട്, അപ്പോൾ ഞാൻ ആ അടുപ്പത്ത് തന്നെ മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും കാക്കു നീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നിന്നിട്ട് തന്നെ ചായ കുടിച്ചിട്ടോ. ചായ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും മോള് നീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവൾ ഇന്ന് കുറച്ച് നേരത്താണ് കേട്ടോ എണീറ്റിട്ടുള്ളത്. അങ്ങനെ പിന്നെ അവളുടെ ഒരു കഴിഞ്ഞിട്ട് അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ അവളൊരു ഭാഗത്താക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ചോറ് എന്തുണ്ടായിരുന്നു, ചോറൊക്കെ ഊറ്റി. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഓമക്കായ എന്നാണ് ഇവിടെ പറയുക, പപ്പായ സംഭവം അതാണ് നമ്മളെ പപ്പായ. ചിലയിടത്ത് കറുവത്തിക്കായ എന്നൊക്കെ പറയും, ഞങ്ങളുടെ നാട്ടിൽ ഓമക്കായ എന്ന് പറയും. ആ സാധനം ഞാൻ പൊട്ടിച്ചിട്ട് ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഞാൻ ഉപ്പേരിയാക്കിയിട്ടോ. ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് ഉപ്പേരിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പപ്പടവും പൊരിച്ചു. അങ്ങനെ പിന്നെ അപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ട് കേട്ടോ. പിന്നെ മോൾക്ക് ഫുഡൊക്കെ കൊടുത്തു. ഞാനും കാക്കും കൂടി ഫുഡ് കഴിച്ച്, കാക്കൂന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ കാക്കു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കാക്കു പോയി. ഞാൻ മോളെ ഇറക്കിയിട്ട് ഞാനും ഒന്ന് സൈഡായിട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.